dear children. Welcome to Dhanya's Learn with Fun. How are you all? എല്ലാവർക്കും സുഖാണോ? You all are fine, right? Okay. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. മഴയുടെ കഥ. മഴ ഇഷ്ടമല്ലേ എല്ലാവർക്കും? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മഴ. ഈ മഴ എവിടുന്നാ വരുന്നേ? താഴേന്നാണോ? അല്ല, എവിടുന്നാ? മുകളിൽ നിന്ന് അല്ലേ? എവിടുന്നാണ്? ആകാശത്തുനിന്നാണ് മഴ പെയ്യുന്നത്. ഈ ആകാശത്തേക്ക് ആരാ മഴ കൊണ്ടുവരാറ്? മേഘങ്ങൾ. വെരി ഗുഡ്. ക്ലൗഡ്സ് ആണ് മഴ കൊണ്ടുവരുന്നത്. എങ്ങനെ ഈ ക്ലൗഡ്സിന് മഴ കിട്ടുന്നത്? ഈ ക്ലൗഡ്സ് എങ്ങനെയാ ഉണ്ടാവുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് അറിയോ? അറിയില്ല അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം കേട്ടോ. കേൾക്കാം നമുക്ക്. ഈ പിക്ചർ കണ്ടോ എല്ലാവരും? ഇതാരാ ഇത്? സൺ. വെരി ഗുഡ്. സൂര്യൻ. സൂര്യൻ എന്താ നമുക്ക് തരുന്നത്? ചൂടും വെളിച്ചവും തരും അല്ലേ? സൂര്യനാണ് നമുക്ക് നല്ല ചൂടും വെളിച്ചവും തരുന്നത്. ഈ സൂര്യൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ചൂട് കൊടുത്ത് നമ്മുടെ ഭൂമിയിലുള്ള വെള്ളം കണ്ടോ? ഭൂമിയിൽ എങ്ങനെ എവിടെയൊക്കെയാ വെള്ളം കണ്ടിട്ടുള്ളത് നിങ്ങൾ? ഭൂമിയിൽ എവിടെയൊക്കെയാ? കടലിൽ കണ്ടിട്ടുണ്ട്. യെസ്. പുഴയിൽ കണ്ടിട്ടുണ്ട്. കായലിൽ കണ്ടിട്ടുണ്ട്. കുളത്തിൽ കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. നമ്മുടെ ഭൂമിയില് വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഈ ചൂട് ഇങ്ങനെ കൊള്ളുമ്പോ ഈ വെള്ളം എന്താവും? ചൂട് വെള്ളമാവും അല്ലേ? നല്ലോണം ചൂട് വന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് നല്ല ചൂട് വരുമ്പോ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്താ ഇത്? നീരാവി. വെരി ഗുഡ്. അതിന്റെ പേരാണ് നീരാവി. വാട്ടർ വേപ്പർ. ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോയി ഇതുപോലെ ക്ലൗഡ്സ് ഉണ്ടാവും. കണ്ടോ? ഇങ്ങനത്തെ മേഘങ്ങൾ ഉണ്ടാവും. ഈ മേഘങ്ങളിലെല്ലാം ഈ നീരാവി കൊണ്ടാണ് ഈ മേഘങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ മേഘങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവോ? ഇല്ല അല്ലേ? മേഘങ്ങളെ പുഷ് ചെയ്ത് ആര് കൊണ്ടുപോകും? ആരാ ഉന്തി കൊണ്ടുപോവാ? കാറ്റ് ഇങ്ങനെ മേഘങ്ങളെ ഉന്തി ഇങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മേഘങ്ങൾക്ക് എന്തു പറ്റും? മേഘങ്ങള് ചൂടൊക്കെ മാറി തണുക്കാൻ തുടങ്ങുമ്പോ മേഘങ്ങളിലെ നീരാവി എല്ലാം വെള്ളത്തുള്ളികളാവും. വെള്ളത്തുള്ളികളായിട്ട് നല്ല വെയിറ്റ് വരും മേഘങ്ങൾക്ക്. വെള്ളത്തുള്ളികൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ പറ്റാത്ത അവസ്ഥ വരുമ്പോ അവരെന്ത് ചെയ്യും? അവരത് താഴേക്കും. അങ്ങനെ താഴേക്ക് വരുന്ന ആ വെള്ളത്തുള്ളികളാണ് നമുക്ക് മഴയായിട്ട് താഴേക്ക് കിട്ടുന്നത്. കണ്ടോ? ഈ മഴ താഴേക്ക് ഒഴുകി വന്നിട്ട് വീണ്ടും എവിടേക്ക് ഒഴുകി പോവും? മണ്ണിലേക്ക് വീണതൊക്കെ മണ്ണിന്റെ അടിയിലൂടെ ഒഴുകി പോയി പിന്നെയും വെള്ളത്തിലേക്ക് ചെന്ന് ചേരും. എവിടേക്കാ പോവാ? ഈ വെള്ളം എല്ലാം ഒഴുകിയിട്ട് പുഴയിലേക്ക് പോവും, കായലിലേക്ക് പോവും. ഇവയെല്ലാം പിന്നെയും ഒഴുകി കടലിലേക്ക് എത്തും. വീണ്ടും ഇതേപോലെ ഈ വെള്ളം നമ്മുടെ സൂര്യൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചൂട് കൊടുത്ത് വെള്ളത്തെ ചൂടാക്കി വീണ്ടും ഇതേപോലെ നീരാവി ഉണ്ടാവും. പിന്നെയും ക്ലൗഡ്സ് വരും. ഈ മേഘങ്ങളിലെല്ലാം നീരാവി തണുത്ത് കഴിയുമ്പോൾ മഴത്തുള്ളികളായിട്ട് താഴേക്ക് വരും. ഇങ്ങനെയാണ് മഴയുണ്ടാവുന്നത്. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? കണ്ടോ? ഇത് ഈ ഗ്ലാസ്സിലെ ചൂടുവെള്ളമാണ് ഉള്ളത്. ഈ ചൂടുവെള്ളത്തിന്റെ നീരാവി പൊങ്ങുന്നത് കണ്ടോ എല്ലാവരും? കണ്ടോ? ആവി പൊങ്ങി പോകുന്നത് കണ്ടോ? ഇതാണ് നീരാവി. ഇനി നമുക്ക് ഇതൊരു ലിഡ് വെച്ച് ഇങ്ങനെ അടയ്ക്കാം. ലിഡ് നമുക്കിനി തുറന്ന് നോക്കാം. എന്താ സ്ഥിതിന്ന്? കാണുന്നുണ്ടോ? വെള്ളത്തുള്ളികൾ കണ്ടോ? ചൂട് ഉള്ള ആവി ഉണ്ടാക്കിയ വെള്ളത്തുള്ളികളാണ് ഇത്. കുറച്ച് തണുത്തപ്പോൾ അത് വെള്ളത്തുള്ളികളായി മാറി. ഇങ്ങനെയാണ് മേഘത്തിലും സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? സൺ കണ്ടോ? ഒന്നുകൂടെ ഈ പിക്ചർ കണ്ടോളൂ കേട്ടോ. സൺ ചൂടാക്കിയില്ലേ വെള്ളത്തിനെ? ഈ വെള്ളം ചൂടാക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് നീരാവി പൊങ്ങണു. നീരാവി പൊങ്ങി പോയി എന്തുണ്ടായി? ക്ലൗഡ്സ് ഉണ്ടായി അല്ലേ? മേഘങ്ങൾ ഉണ്ടായി.
ഈ മേഘങ്ങളെ കാറ്റ് ഉന്തി 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 കൊണ്ടുപോവുകയാണ്. കാറ്റ് ഇങ്ങനെ കൊണ്ടുപോയപ്പോ മേഘങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ തണുത്തു. തണുത്തപ്പോ എന്ത് സംഭവിച്ചു? നമ്മളിപ്പോ ലിഡില് കണ്ട പോലെ ഈ ആവിയെല്ലാം വെള്ളത്തുള്ളികളായി മാറി. ഈ വെള്ളത്തുള്ളികൾ തണുത്തു കഴിഞ്ഞ് ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അത്രയും വെയിറ്റ് വന്നപ്പോ അവര് താഴേക്ക് അത് വിട്ടു. അതാണ് മഴത്തുള്ളികളായി താഴേക്ക് നമുക്ക് മഴയായിട്ട് കിട്ടുന്നത്. റെയിൻ. കണ്ടോ? ഇത് സൺ, ക്ലൗഡ്സ്, റെയിൻ. ഈ റെയിന് വീണ്ടും ചെന്നെത്തുന്നത് എവിടേക്കാ? വാട്ടറിലേക്ക്, വെള്ളത്തിലേക്ക്. കടലിലേക്കും കായലിലേക്കും പുഴയിലേക്കും ഒക്കെ വീണ്ടും ചെന്നെത്തി ഇതേപോലെ വീണ്ടും സൺ ചൂടാക്കും, വീണ്ടും നീരാവി പൊങ്ങും. ഇങ്ങനെ തന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മഴയുണ്ടാവുന്ന കഥ. ഓക്കെ, മഴയുടെ കഥ ഇഷ്ടായല്ലോ എല്ലാവർക്കും? ഇഷ്ടായില്ലേ? ഇനി അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ. ബൈ.